പാടിയവർ നിങ്ങൾ, ആയിരം താരകളിൽ പാടി മറഞ്ഞവർ നിങ്ങൾ, ദേവസ്തുതി പാടിയവർ നിങ്ങൾ, ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവനായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ പറയുന്നു, നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം, നമുക്ക് നമ്മുടെ രക്ഷകശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകഴ്ത്താം. ദാവീദിന്റെ കിന്നരങ്ങളിൽ വരുന്ന ഓരോ ഗായകനും ഗായികയും ഇത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളുടെ ദൈവത്തിന്, നമ്മളുടെ സ്വർഗസ്ഥനായ പിതാവിനെ പാടിപ്പുകഴ്ത്തുന്നു. Let's sing and adore our Almighty with all our hearts in ദാവീദിന്റെ കിന്നരങ്ങൾ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദാവീദിന്റെ കിന്നരങ്ങളിലേക്ക് സ്വാഗതം. ദാവീദിന്റെ കിന്നരങ്ങൾ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ഫാമിലിയായി മാറിയിരിക്കുകയാണ്. ആ ഫാമിലിയിൽ ആദ്യമായി തന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ പാനൽ ഓഫ് ജഡ്ജസിനെയാണ്. ആദ്യമായി തന്നെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം ജെറി മാഷിനെ ഞാൻ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ജെറി മാഷ് ടു ദി ഷോ. അടുത്തതായി നമ്മൾക്ക് ഏറ്റവും പ്രിയങ്കരനായ നമ്മളുടെ സ്വന്തം മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ. ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ടും അച്ഛൻ നമ്മൾ വിളിക്കുമ്പോഴെല്ലാം നമ്മളുടെ കൂടെ ആയിരിക്കും അച്ഛൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അപ്പം പനച്ചിക്കൽ അച്ഛ, വെൽക്കം ടു ദി ഷോ. നമ്മുടെ ഗസ്റ്റ് ജഡ്ജായിട്ട് നമ്മുടെ സ്വന്തം മനീഷ ചേച്ചി നമ്മളോടൊപ്പം ഉണ്ട്. ചേച്ചി നമുക്കറിയാം, ഒത്തിരി ഭക്തി ഗാനങ്ങൾ ചേച്ചി നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരുപിടി നല്ല ഗാനങ്ങളുമായി ചേച്ചി ഒരുപാട് പ്രാവശ്യം നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പം അതിൽ എനിക്ക് ഏറ്റവും എടുത്തു പറയാൻ തോന്നുന്നത് ദൈവസ്നേഹം വർണ്ണിച്ചിടാനല്ലേ ചേച്ചി? ചേച്ചി ഒരു 2 വരി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് മൂളാമോ? 4 വരി ഒരു കുഴപ്പമില്ല, അത് കൂടിയാലും പ്രശ്നമില്ല. ആയിക്കോട്ടെ. ഞാൻ ഈ അവസരത്തില് ഈ പാട്ട് എനിക്ക് തന്ന എന്റെ ഗോഡ് ഫാദർ കൂടിയായ വയലിൻ ജേക്കബേട്ടനെയും പോളച്ചനെയും, രണ്ടുപേരും ഇന്ന് ഈ ഭൂമിയിലില്ല, അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യാണ്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. താങ്ക് യു സോ മച്ച് ചേച്ചി. ശരിക്കും ആ ദൈവസ്നേഹം അത് ഇവിടെ ഇരുന്ന് എല്ലാവർക്കും ഫീൽ ചെയ്യാൻ പറ്റി ആ പാട്ടിലൂടെ, ചേച്ചി ആ പാടുന്ന രീതിയിലൂടെ. തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് എനിക്ക് തന്നതിൽ ദൈവത്തിനോടുള്ള സ്നേഹം പാട്ട് പോലെ തന്നെ എത്ര പറഞ്ഞാലും എനിക്ക് നന്ദി തീരില്ല. തദേവസ് അരവിന്ദ് എന്ന ഫാദറാണ് ഇതിന്റെ ലിറിക്സ് കുറിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെയും ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിയിട്ടുള്ളതാണ്. എല്ലാവർക്കും ചേച്ചി ആദ്യമായി പാടിയ ഡിവോഷണൽ സോങ് ഏതായിരുന്നു? ആദ്യമായിട്ട് പാടിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനൊരു 10,000-3,500ഓളം പാട്ടുകൾ പാടി, ഡിവോഷണൽസ് മാത്രം. അത് കൊങ്ങിണി, ഹിന്ദി, തമിഴ്, മലയാളം ഭാഷകളിലായിട്ട്.
എനിക്ക് എന്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് പാടി എന്ന് പറഞ്ഞ എന്റെ ഓർമ്മയിൽ തെളിയുന്ന ഒരു പാട്ട് സാംസൺ കൊട്ടൂരിന്റെ നീതിമാൻ പന പോലെ തഴയ്ക്കുമല്ലോ ലബാനോനിലെ ദേവദാരു പോലെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ്. എന്റെ വരികളൊന്നും കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ ജെറുസാറിന്റെ ഒക്കെ ഒരുപാട് പാട്ടുകൾ പാടാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അച്ഛന്റെ പാട്ടുകളൊന്നും പാടാനുള്ള ഒരു ഭാഗ്യം ഇതുവരെയ്ക്കും ലഭിച്ചില്ല. ഇത് കിട്ടുന്നു പ്രതീക്ഷിക്കുന്നു. പക്ഷെ അച്ഛന്റെ പാട്ടുകൾ വേദിയിൽ ഒരുപാട് തിരുനാമകീർത്തനാണെങ്കിലും ആരാധിച്ചിട്ടാണെങ്കിലും ഒക്കെ പാടാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അച്ഛനത് തീർച്ചയായും പരിഗണിക്കും അല്ലേ അച്ഛൻ? അടുത്ത പ്രാവശ്യത്തേന് പരിഗണിച്ചു കഴിഞ്ഞു. എനിക്ക് വിഷമാവും, ഞാൻ അറിയുമല്ലേ. ഓക്കെ ചേച്ചി, അപ്പൊ വൺസ് അഗെയിൻ ഒത്തിരി സ്നേഹത്തോടെ ഐ വെൽക്കം യു ടു ദ ഷോ. താങ്ക് യു വെരി മച്ച്. അടുത്തതായി നമ്മുടെ ഫാമിലിയിലെ ഏറ്റവും അടുത്ത ഘട്ടത്തിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, നമ്മുടെ ഓർക്കസ്ട്ര ടീം. നമ്മുടെ പ്രിൻസേട്ടൻ ആൻഡ് ടീമിനെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദ ഷോ. ഞാനിന്ന് ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ദൈവത്തിന്റെ സ്തോത്രം ആലപിക്കാൻ, നമ്മളുടെ സ്വർഗസ്ഥനായ പിതാവിനെ പാടി പുകഴ്ത്താൻ ഇന്ന് ആദ്യമായി ഇവിടെ എത്തിയിരിക്കുന്ന ടീം സെന്റ് മേരീസ് അസംഷൻ ഫൊറൈൻ ചർച്ച് കൊട്ടേക്കാട് എന്നുള്ള ടീമാണ്. സെയിന്റ് മേരീസ് അസംഷൻ ഫോറൈൻ ചർച്ച് കൊട്ടേക്കാട് തൃശൂർ അതിരൂപതയിലെ പുരാതന ദേവാലയങ്ങളിൽ ഒന്നാണ് കരേറ്റ മാതാവിന്റെ നാമധേയത്തിലുള്ള കൊട്ടേക്കാട് പള്ളി. വിശുദ്ധ തോമാശ്ലീഹ സ്ഥാപിച്ച 7 ദേവാലയങ്ങളിലൊന്നായ പാലയൂർ പള്ളിയിൽ നിന്നും AD 150 പിരിഞ്ഞ മറ്റം പള്ളിയാണ് കൊട്ടേക്കാടിന്റെ മാതൃദേവാലയം. തൃശൂർ പൂരത്തിന് സമാനമായി 2 ദേശക്കാരുടെ കിരീടമെഴുന്നള്ളിപ്പും കുടമാറ്റവും വെടിക്കെട്ടും തിരുനാൾ ദിവസം മാത്രം പുറത്തെടുക്കുന്ന പോർച്ചുഗലിലെ ഫാത്തിമയിൽ നിന്നും കൊണ്ടുവന്ന തിരുശേഷിപ്പുകളുടെ വണക്കവുമടങ്ങുന്ന തിരുനാൾ ആഘോഷമാണ് ഈ ദേവാലയത്തിന്റെ പ്രത്യേകത. ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രമുണ്ട്. ഇവിടെ ആദ്യകാലത്ത് കുർബാനകളെല്ലാം സുറിയാനി ഭാഷയിലുള്ള കുർബാനയായിരുന്നു. ഇവിടുത്തെ തദ്ദേശവാസികൾ തന്നെ സുറിയാനി പഠിച്ച് സുറിയാനി കുർബാനയ്ക്ക് കൂടുകയും സുറിയാനി ഗാനങ്ങൾ ആലപിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിന്റെ ചൂടുപിടിച്ച് തന്നെയാണ് ഇവിടെ നല്ല ഒരു ഗായക സംഘം രൂപീകൃതമായിട്ടുള്ളത്. ദൈവത്തിന്റെ ആരാധനയ്ക്ക് ഗാനാലാപം ദൈവസന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥന ഉയർത്താൻ സഹായകമാക്കുന്നുണ്ട്. ഈ വലിയ ദൌത്യത്തിൽ ഗുഡ്നസ് TV കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗായക സംഘങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ദേവാലയ സംഗീതത്തിന് ഒരു പുത്തനുണർവ് നൽകാനും അതിന്റെ പ്രാധാന്യവും മറ്റുമെല്ലാം ബോധ്യപ്പെടുത്താനുമുള്ള ശ്രമങ്ങളിൽ കൊട്ടേക്കാട് ഇടവക വളരെ സന്തോഷത്തോടുകൂടെ അതിനെ സ്വാഗതം ചെയ്യുകയും ഇവിടുത്തെ ഗായക സംഘങ്ങൾ വർഷങ്ങളായി ആ പാരമ്പര്യത്തിന്റെ പുറകിൽ നിന്നുകൊണ്ട് തന്നെ പഴയ സുറിയാനി ഗാനങ്ങളുടെ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ദേവാലയ സംഗീതത്തിനെ ദൈവാനുഭവത്തിന്റെ മേഖലകളിലേക്ക് എത്തിച്ചേർക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ പരിശ്രമങ്ങളിലും അവർ സജീവമാണ്. ഭക്തിയോടുകൂടി ദേവാലയത്തിലെ ഗാനശുശ്രൂഷ നടത്തുകയും ദൈവജനത്തെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് എത്തിച്ചേരാൻ, പുതിയ അനുഭവത്തിലേക്ക് അവരെ കൈപ്പിടിച്ച് നടത്താൻ അവരുടെ എല്ലാ പരിശ്രമങ്ങളും ഈ ഇടവക ദേവാലയം ബന്ധപ്പെട്ട് സജീവമായിട്ടുണ്ട്. ഗുഡ്നസ് ടിവിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. ഞങ്ങൾ കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംഷൻ ഫൊറൈൻ ചർച്ചിലെ ഗായക സംഘാംഗങ്ങളാണ്. ദാവീദിന്റെ കിന്നരങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിന് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ പ്രോഗ്രാമിലേക്ക് പാട്ടുകൾ നന്നായി പഠിച്ചൊരുങ്ങുന്നുണ്ട് ഞങ്ങൾ, അല്ലേ സുബി? ഞങ്ങൾ ഈ പഠിച്ചൊരുങ്ങുന്ന പാട്ടുകൾ എന്ന് പറയുന്നത് പള്ളിയിൽ പാടുന്നതും ഞങ്ങൾ ഓരോ പ്രോഗ്രാമുകൾക്ക് പങ്കെടുക്കുന്നതുമായ പാട്ടുകളാണ്. ഈ പഠിച്ചൊരുക്കുന്ന പാട്ട് ഞങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്, അല്ലേ ഗേസ്? ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. കൊട്ടേക്കാട് സെയിന്റ് മേരീസ് അസംഷൻ ഫോറൈൻ ചർച്ചിലെ ഗായക സംഘത്തിന് ദാവീദിന്റെ കിന്നരങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
വിഷു. താങ്ക് യു. എന്താ പേരെന്താ? ലിൻസൺ. ലിൻസൺ. ലിൻസൺ എന്ത് ചെയ്യാ? ഹൗസ് പെയിന്റിംഗ് ആണ്. ഹൗസ് പെയിന്റിംഗ് ആണ്. അപ്പൊ ക്വയർ ടീമിൽ പാടാനുണ്ടോ? ഉണ്ട്. എത്ര നാളായി പാട്ട് പഠിച്ചിട്ടുണ്ടോ ലിൻസൺ? പാട്ട് കുറച്ച് നാളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കുറച്ചാളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെ നിങ്ങൾ ഇതെല്ലാരും നിങ്ങളുടെ ക്വയർ ടീമിലുള്ളവരാണോ? അതെ അതെ, എല്ലാവരും ആണ്. അപ്പൊ ആരാണ് ക്വയർ ടീമിന് നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ തരുന്നത് യൂഷ്വലി? ഇപ്പൊ ഞാൻ തന്നെയാണ്. ഓക്കെ. അപ്പം എത്ര പേരുണ്ടാവും നിങ്ങളുടെ മൊത്തം ഒരു ക്വയർ ടീമില്? 28 പേര്. ഓക്കെ. അപ്പം അവിടുന്ന് എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും പേരെ സെലക്ട് ചെയ്തേ? എന്തായിരുന്നു സെലക്ഷൻ ക്രൈറ്റീരിയ? പാർട്സ് പാടാനനുസരിച്ചുള്ള ആൾക്കാരനെ സെപ്പറേറ്റ് തെരഞ്ഞെടുക്കുക. ആരായിരുന്നു സെലക്ട് ചെയ്യുന്നത്? ഞാൻ തന്നെ ആയിരുന്നോ? അതും ഞാൻ തന്നെ. ഓക്കെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ? പള്ളിയിൽ പെരുന്നാളായിരുന്നു ഈ ടൈമില്. എന്നായിരുന്നു പെരുന്നാള്? ഒക്ടോബർ 14-ാം തീയതി. ഒക്ടോബർ 14-ാം തീയതി. ആ ടൈമില് പ്രാക്ടീസിന് കുറച്ച് സമയത്തിന്റെ ഇതായിരുന്നു. പെരുന്നാളിന്റേതായിരുന്നു. അപ്പൊ പെരുന്നാളിന് വേണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമായിരുന്നോ? ചെയ്യുമായിരുന്നു. യൂഷ്വലി എല്ലാ കൊല്ലവും ചെയ്യുന്നതാണ്. അപ്പൊ എങ്ങനെ പുതിയ സെറ്റ് ഓഫ് പാട്ടുകൾ എടുത്ത് പാടുമായിരുന്നോ അതോ നമ്മൾ പാടി തെളിഞ്ഞ് പുതിയതെടുക്കും? ഓക്കെ. അപ്പം എങ്ങനെയായിരുന്നു ഇതിന്റെ സോങ് സെലക്ഷൻ? എങ്ങനെയായിരുന്നു ഇത്? ഒരു സോങ് സെലക്ട് ചെയ്ത് തന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന്. ആരാ സോങ് സെലക്ട് ചെയ്തേ? എല്ലാവരും കൂടെ. ഇനി എനിക്ക് എന്നെ തന്നെ കോംപ്ലിമെന്റ് ചെയ്യാൻ വയ്യ അല്ലേ? ആണോ? അല്ല. ഓക്കെ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സെന്റ് മേരീസ് ഫൊറൈൻ ചർച്ചിനെ കുറിച്ച്, സെന്റ് മേരീസ് അസംഷൻ ഫൊറൈൻ ചർച്ച് അല്ലേ, പള്ളിയെ കുറിച്ചൊന്ന് ഒരു 2 വാക്ക് പറയാമോ? നമ്മള് തൃശ്ശൂർ ജില്ലയിലാണ്. കൊട്ടായകാട് ഫാത്തിമ തീർത്ഥകേന്ദ്രമാണ്. 1000 വർഷം പഴക്കമുള്ള ഇടവകയാണ്. ഞങ്ങളുടെ പെരുന്നാളൊക്കെ നടക്കുന്നത് ആനേനൊക്കെ വെച്ചിട്ടാണ്. ഭയങ്കര സംഭവമാണ്. അതെ. കുടമാറ്റവും കാര്യങ്ങളൊക്കെ ആയിട്ട് തൃശ്ശൂരല്ല, കേരളത്തിൽ തന്നെ അങ്ങനെ നടക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. കുടമാറ്റം ഒക്കെ ആയിട്ട്. അതെ അതെ, ഏകദേശം അതുപോലെ തന്നെ 2 ഭാഗക്കാരായിട്ട് കുടമാറ്റം, കിഴക്കും പടിഞ്ഞാറും ഭാഗക്കാരായിട്ട് കുടമാറ്റ മത്സരവും അതൊക്കെ. അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ നിങ്ങള് ചെയ്തു വരുന്ന ഒരു കാര്യമാണോ അതോ റീസെന്റ് വല്ലോ? അല്ല, വർഷങ്ങളായിട്ട്. ഒത്തിരി നാളുകളായിട്ടുള്ളതാ. വളരെ പ്രസിദ്ധമായിരിക്കും. 13 കഴിഞ്ഞു വരുന്ന ദിവസം ഞായറാഴ്ച. ഓക്കെ. ഇങ്ങനൊരു ഷോയിലേക്ക് പോവാന്ന് ആരാദ്യം ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചേ? നിങ്ങൾ ആദ്യം ഇതിന്റെ ഓഡീഷൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ അത് അവിടുന്ന് സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛന്റെ അടുത്ത് പറഞ്ഞപ്പോ ആള് പറഞ്ഞു പൊക്കോ. ആരായിരുന്നു ഓഡിഷന് പോകാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഒക്കെ എടുത്തേ? ഞാൻ തന്നെ പുറകെ എനിക്ക് കേൾക്കാം, അശ്വരീരി കേൾക്കാം. ഞാൻ തന്നെയാണോ? അതും എല്ലാ കാര്യത്തിലും ഇങ്ങനെ എല്ലാരെയും പുഷ് ചെയ്യുന്ന ഒരാളാന്ന് തോന്നുന്നല്ലോ. ആണോ? പ്രസിഡന്റ് ആണ്. ആണോ? എന്നിട്ട് ഇതൊക്കെ എടുത്ത് പറയണ്ടേ? ഇതൊരു മാതിരി. അയ്യോ, എനിക്കിനി എന്നെ കോംപ്ലിമെന്റ് ചെയ്യാൻ വയ്യ. എന്താണെന്നറിയില്ല, എനിക്ക് എന്നെ തന്നെ ബുക്കൊന്നും ഇഷ്ടമല്ല അല്ലേ? ഓക്കെ. അപ്പൊ ഏത് സോങ് ആണ് നിങ്ങൾ ഗ്രൂപ്പ് സെഗ്മെന്റിൽ പാടാൻ പോകുന്നത്? നിത്യപ്രകാശം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോ? പ്രാക്ടീസ് ചെയ്തു. ഇനഫ് ടൈം ഉണ്ടായിരുന്നോ പ്രാക്ടീസ് ചെയ്യാൻ? കാരണം പലരും പഠിക്കുന്നവരും അല്ലെ ആന്റിമാരും ഒക്കെ ഉണ്ട്. അപ്പം ഓരോരുത്തരുടെ സമയത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീക്കെൻഡ്സിൽ പ്രാക്ടീസ് ചെയ്യുമായിരുന്നോ? വീക്കെൻഡ്സിലും രാത്രി കുറച്ചു നേരങ്ങളിലും പാർട്സുകളായിട്ട് പഠിക്കലായിരുന്നു. അപ്പൊ ഓരോ പാർട്സ് പാടുന്നവരെ മാത്രം സെപ്പറേറ്റ് വിളിക്കാൻ പറ്റണം. ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരോടും ഒന്നിച്ച് എത്ര ദിവസം പ്രാക്ടീസ് ചെയ്യാൻ പറ്റി? 4-5 ദിവസം. 4-5 ദിവസം. ഓക്കെ. പ്രകാശം നിറയ്ക്കുന്ന ചൈതന്യമേ, സ്നേഹപ്രഭാവം ഒഴുക്കുന്ന കാരുണ്യമേ, നിത്യപ്രകാശം നിറയ്ക്കുന്ന ചൈതന്യമേ, സ്നേഹപ്രഭാവം ഒഴുക്കുന്ന കാരുണ്യമേ, നീ തന്നെ സത്യം, നീ തന്നെ മാർഗം, നീ തന്നെ സർവേശ്വരൻ. അഖിലേശനാമം ശരണം മഹേശ, ജഗദീശപാദം ശരണം ദയാലു, ശരണം മഹാത്മാ, നീ തന്നെ സർവേശ്വരൻ. പാപത്തിൽ മുങ്ങുവൻ ചേതനയേ, സ്വർഗ
കനിവിന്റെ നാളം നീ ദേവാ, പാപിക്കു മോക്ഷം നീതിക്കു ദൈവം നീ ദേവാ. നീ തന്നെ ജീവൻ, നീ തന്നെ നാഥൻ, നീ തന്നെ സർവേശ്വരൻ. അഖിലേശനാമം ശരണം മഹീശ, ജഗദീശപാദം ശരണം ദയാലോ, ശരണം മഹാത്മാ, നീ തന്നെ സർവേശ്വരൻ. ശാന്തിതൻ വീതിയിൽ എന്നും ചരിക്കുവാനാ, നിത്യമാം ജീവന്റെ വചനം ചൊരിഞ്ഞവൻ നീ. സ്വർഗീയഗാനം അൻപെഴുന്നാളും നീ ദേവാ, വിശ്വപ്രകാശം സത്യപ്രതീകം നീ ദേവാ. സ്വർഗീയഗാനം അൻപെഴുന്നാളും നീ ദേവാ, വിശ്വപ്രകാശം സത്യപ്രതീകം നീ ദേവാ. നീ തന്നെ ലക്ഷ്യം, നീ തന്നെ ദൈവം, നീ തന്നെ സർവേശ്വരൻ. അഖിലേശനാമം ശരണം മഹീശ, ജഗദീശപാദം ശരണം ദയാലോ, ശരണം മഹാത്മാ, നീ തന്നെ സർവേശ്വരൻ. അഖിലേശനാമം ശരണം മഹീശ, ജഗദീശപാദം ശരണം ദയാലോ, ശരണം മഹാത്മാ, നീ തന്നെ സർവേശ്വരൻ. നീ തന്നെ സർവേശ്വരൻ, നീ തന്നെ സർവേശ്വരൻ. നല്ല എൻജോയ് ചെയ്ത് പാടി തോന്നുന്നു. എല്ലാവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടല്ലോ. ഇപ്പഴാ ഒരാള് തിരിഞ്ഞു നോക്കുന്നേ, ശരിയാണോ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു പാടിയിട്ട്? നന്നായിരുന്നു തോന്നുന്നു. പ്രാക്ടീസ് ടൈമിനെക്കാട്ടിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. പ്രാക്ടീസ് ചെയ്തതിൽ നന്നായിട്ട് പാടാൻ പറ്റിയല്ലേ? ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് ഏതായാലും ജഡ്ജസിനോട് ചോദിച്ചു നോക്കാം. നല്ല സുന്ദരി കുട്ടിയെ നമ്മുടെ ചേച്ചി അവിടെ ഇരിപ്പുണ്ട്. ചേച്ചിയോട് തന്നെ ആദ്യം ചോദിക്കാം. ചേച്ചി, താങ്ക് യു വെരി മച്ച്. സെയിം ടു യു. താങ്ക് യു. അനു, ഇങ്ങനെയല്ല അങ്ങോട്ട് വരണ്ടേ? വണ്ടർഫുൾ പെർഫോമൻസ്. അങ്ങനെയല്ലേ കേറി വരേണ്ടത്? കേറി വന്നതുകൊണ്ട് വരുന്ന വഴിക്കൊന്നും പറ്റരുതല്ലോ. അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അങ്ങനത്തെ പെർഫോമൻസ് ആയിരുന്നു ഇവരുടെ. എന്റെ അമ്മയെ സത്യം പറഞ്ഞ പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ് എന്നൊരു ഗ്രൂപ്പ് മുഴുവൻ പറയുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. ശരണം വിളിയോട് കൂടിയിട്ട് നിങ്ങൾ ആ പാട്ട് പാടിയപ്പോ എന്റെ അമ്മേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എണീറ്റ് നിൽക്കാൻ തോന്നി. എനിക്ക് തോന്നുന്നു ഇവിടെ ജെറി സാറും അച്ഛനും ഒക്കെ ആ ഒരു സെയിം മൂഡിലായിരുന്നു. കണ്ണടച്ച് എന്തൊരു രസമായിട്ടാണ് നിങ്ങൾ പാടിയത്. വണ്ടർഫുൾ പെർഫോമൻസ്, വണ്ടർഫുൾ. അതായത് എൻറ്റയർ ദാവീദിന്റെ കിന്നരങ്ങളിലെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ത്രസിച്ചു പോയ ഒരു പെർഫോമൻസ് ആയി ഈ ഒരു പെർഫോമൻസ്. ഗംഭീരമായിട്ട് എല്ലാവരും. രണ്ടുപേര് മാത്രം എന്താ സാരി? അവര് ഭയങ്കര സീനിയേഴ്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ? നിങ്ങളുടെ കണ്ണടിച്ചു പോകുന്ന തരത്തിലുള്ള നല്ല എവിടെ നിന്നാലും നമ്മൾ സ്പോട്ട് ചെയ്യും. അതെ, സ്പോട്ട് ചെയ്യും. ഫ്ലൂറസെന്റ് പിങ്ക് ആൻഡ് ഗ്രീൻ ഗംഭീര കോസ്റ്റ്യൂം. ആ കോസ്റ്റ്യൂമിനോട് ചേർന്നിട്ട് അനുവിന്റെ കോസ്റ്റ്യൂമും ഗംഭീരായിട്ടോ. ഞാൻ ഇന്ന് ഭയങ്കര മാച്ചിങ്ങിലാണ്. ഭയങ്കര മാച്ചിങ്. അതെ, ഭയങ്കര മാച്ചിങ്ങില്ല. എന്തായാലും നിങ്ങളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാല് ഇതില് ഭയങ്കര ബേസ് ആയിട്ട് വരുന്ന ഇതുണ്ട്. ഒരുപാട് എന്താ പറയാ, ഒരുപാട് പാർട്സ് നിങ്ങൾ എല്ലാവരും പലരും പാടിയിട്ടുണ്ട്. അതിലൊന്നും ഒരു മൈന്യൂട്ടുള്ളൊരു മിസ്റ്റേക്ക് പോലും ഇല്ലാതെ എനിക്ക് കേൾക്കുമ്പോട്ടോ, അതിനകത്ത് ജെറി സാർ പറയും അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്. എനിക്കിവിടെ ഇരുന്ന് കേൾക്കുമ്പോ ആസ് എ ലിസണർ പെറുക്കിയെടുക്കാം ഓരോരുത്തരുടെയും പാർട്സ് എന്ന് പറയുന്നത്. പെറുക്കിയെടുക്കാവുന്ന ഒരു തരത്തിലുള്ള ഗംഭീരമായിരുന്നു. ഇത് എങ്ങനെ നിങ്ങളെ സെലക്ട് ചെയ്തത് എങ്ങനെയാ?
എല്ലാവരും കൂടിയിട്ട് ഇരുന്നിട്ടാണ് സെലക്ട് ചെയ്തത്. സെലക്ട് ചെയ്തത്. നിങ്ങളുടെ ഒരു പ്രാക്ടീസിംഗ് സെഷൻ എങ്ങനെയായിരുന്നു? ഇതാരാണ് ഇങ്ങനെ പാർട്സ് ഒക്കെ തിരിച്ചത് ആരാണ്? ഞങ്ങളൊക്കെ കൂടിയിട്ട് തന്നെയാണ്. അതെ, ഓരോരുത്തർക്ക് പറ്റുന്നത് അങ്ങ് ഏറ്റെടുത്തു. അല്ല, കീബോർഡിസ്റ്റ് ഉണ്ടായിരുന്നില്ല, അപ്പൊ ഏതാ കോഡ്സും ചോദിച്ചിട്ട് ഞങ്ങൾ തന്നെ മാറ്റിയെടുത്തത്. അത് ശരി. നിങ്ങളെ ട്രെയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, നിങ്ങൾ തന്നെ ഒക്കെ ഞാൻ അല്ലേ? അപ്പന പക്ഷെ ഗംഭീരായിട്ടോ നിങ്ങളുടെ ആ ഒരു അധ്വാനത്തിന് ശരിക്കും ഫലം കണ്ടു എന്നുള്ളതാണ്. ഇത്തരം എന്താ പറയാ കോറൽ ഗ്രൂപ്പുകള് ഒരുപാട് ഉണ്ടാവട്ടെ. ദാവീദിന്റെ കിന്നരങ്ങളിലൂടെ ഇങ്ങനെ കണ്ടെത്താൻ കഴിയുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്നസ് ചാനലിനെ സല്യൂട്ട്. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ ഒരുപാട് നല്ല നല്ല ഗ്രൂപ്പുകൾ ഉണ്ടാവട്ടെ. ഒരുപാട് നല്ല പാട്ടുകൾ, നല്ല നല്ല പാട്ടുകൾ ഇതുപോലെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഞങ്ങൾക്കും കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഈ ഒരു എനർജറ്റിക്കോട് കൂടിയിട്ട് പറഞ്ഞില്ലെങ്കിൽ അത് മോശമാവും. വണ്ടർഫുൾ, അടിപൊളി, ഗംഭീരം. താങ്ക് യു ചേച്ചി. അച്ഛാ, നല്ല പഞ്ചുള്ള ഒരു പാട്ട്. തെറ്റിക്കണമെന്ന് വിചാരിച്ചാലും തെറ്റിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ളൊരു പാട്ടാണ്. ഭംഗിയായിട്ട് നിങ്ങളത് ചെയ്തു, ആലപിച്ചു. ഞാൻ അതിനകത്ത് ലയിച്ചിരിക്കുകയായിരുന്നു. പെർഫോമൻസിനെ കുറിച്ച് എന്നതിനേക്കാൾ ലിറിക്സിനെ കുറിച്ച് കുറച്ച് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പാട്ടില് യേശുനാമം ഇല്ലെങ്കിൽ, ശ്രീ യേശുനാമം എന്ന എവിടെയെങ്കിലും ചേർത്തില്ലെങ്കിൽ ഇത് വേറെ വലിയൊരു അടിച്ചെടുത്തോണ്ട് ഈ പാടും. കാരണം ഈ പാട്ടിന്റെ ഏറ്റവും വലിയൊരു കുറവ് അതാണ്. അപ്പൊ അതിനകത്ത് പറയുന്നതൊക്കെ ഈശോയെക്കുറിച്ചാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം, ശരിയാണ്. പക്ഷേ ശ്രീയേശുനാമം എന്നത് എനിക്ക് ഞാൻ വിചാരിക്കുന്നത് അഖിലേശനാമം ശരണം മഹേശ എന്നുള്ളിടത്ത് നമുക്ക് ശ്രീയേശുനാമം ശരണം എന്നാക്കിയാൽ ഇത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം ഈശോയുടെ പാട്ടായിട്ട്. മറ്റൊന്ന്, മഹേശ എന്നൊരിക്കലും ഈശോയെ കുറിച്ച് പറയാൻ പാടില്ല. മഹേശ എന്ന് പറഞ്ഞാൽ പല ഈശ്വരന്മാരില് വലിയവനെന്നേ അർത്ഥമുള്ളൂ. സർവേശ്വരൻ എന്ന പ്രയോഗം മാത്രമേ ഈശോയെ കുറിച്ച് പാടുള്ളൂ. ലിറിക്സിന്റെ കറക്ഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. പിന്നെ ആഴമാം പാപത്തിൽ മുങ്ങുമൻ ചേതനയിൽ, അവിടെ ആഴമാം എന്ന വിശേഷണം പാപത്തിനല്ല പോകേണ്ടത്, മുങ്ങുന്നതിനാണ് പോകേണ്ടത്. അപ്പൊ പാപത്തിൽ ആഴമായി മുങ്ങുമൻ ചേതന, അങ്ങനെയാണ് വേണ്ടത്. ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്കാണ്. അത് ഗംഭീരായി. പിന്നെ ഇരുളിൽ പ്രകാശം കനുവിന്റെ നാളം നീ ദേവ, പക്ഷെ നിദേവ നിദേവ നിദേവ, അത് വളരെ ഒക്കേർഡായി പോയി. കാരണം നിങ്ങളുടെ കുഴപ്പമല്ലത്, അവിടെ നീ ദേവ എന്ന് പറയാനുള്ള സ്പേസ് ഇല്ല, പാടാനുള്ള സ്പേസ് ഇല്ല. പക്ഷെ അത് എങ്ങനെയെങ്കിലും അത് പൊളിച്ച് ശരിയാക്കിയില്ലെങ്കിൽ നിദേവ ഒരിക്കലും അനുവദനീയമല്ല അത്. പിന്നെ ഈശോയെ സംബന്ധിച്ച് വിശ്വപ്രകാശം കൊള്ളാം. സത്യപ്രതീകം, സത്യപ്രതീകമല്ല, സത്യം തന്നെയാണ്, ജീവൻ തന്നെയാണ്, മാർഗം തന്നെയാണ്. ഞാനാണ് മാർഗം, ഞാനാണ്. അത് വെറും പ്രതീകവും ആ രീതിയിൽ ആകാൻ പാടില്ല. അപ്പം നിദേവ അവിടെയും കിടക്കുന്നു ഇഷ്ടം പോലെ. പിന്നെ പൊതുവെ ഈ പാട്ടിനെ കുറിച്ച് പറയാവുന്നത് ഇതൊരു ലിറ്റനി സ്വഭാവമുള്ള പാട്ടാണ്, അല്ലെങ്കിൽ ഒരു നാമജപ സ്വഭാവമുള്ള പാട്ടാണ്. അപ്പൊ അതുകൊണ്ട് അതിനതിൻ്റെതായ വളരെ ഇമ്പാക്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് കോറൽ സിംഗിങ്ങിന് എന്ന് ഞാൻ പറയുന്നില്ല, ഗ്രൂപ്പ് സിംഗിങ്ങിന് ഏറ്റവും പറ്റിയൊരു പാട്ടാണ്. നല്ലൊരു പാട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തു. Extremely well performed. Particularly the male voices have an excellent male tone. അത് നിങ്ങളുടെ ഈ നാട് എവിടെയാണ്? തൃശ്ശൂര് കോട്ടയക്കാട്. ഓ, തൃശ്ശൂരിന്റെ ഗുണമാണോ? കോട്ടയക്കാട് ഒരുപാട് കാടുള്ള സ്ഥലമാണോ? അല്ലല്ല, പേരില് മാത്രമേ ഉള്ളൂ. നല്ല വോയിസ്, നല്ല വെള്ളം, നല്ല കാറ്റൊക്കെ അവിടെ കാണും. അതിന്റെ ഗുണം കാണുന്നുണ്ട്. അതാണ് തൃശ്ശൂരിന്റെ പ്രത്യേകത. തൃശ്ശൂർക്കാരത്തിയ അപ്പൊ ഒരു സ്പിരിറ്റ് കൂടും. നമ്മളെ ആൾക്കാർ പൊളിയാണല്ലേ. മാച്ചിങ് ആയിട്ട് ഫീമെയിൽ വോയിസസ് ഓൾസോ വേറെ. മൂന്ന് വോയിസിൽ വന്നത് വളരെ നന്നായിരുന്നു. ആണുങ്ങള് പെർഫെക്റ്റ് ഫിഫ്ത്ത്, അവര് താഴെ ഒന്നും, താഴെ ലേഡീസ് ഇൻ ബിറ്റ്വീൻ, നന്നായിട്ട് ഹാർമണി കറക്റ്റായിട്ട് വന്നു. അപ്പൊ നീ ദേവ എന്നുള്ള പ്രയോഗം നമുക്ക് നേരത്തെ മലയാളത്തിലൊരു പ്രശ്നമുള്ളതാണ്. നീവ എന്നൊരു പാട്ടില്ലേ സർ? ഏത് പാട്ട്? താഴെ തണ്ടണം. ആ പാട്ടില് പാവപ്പെട്ട സലീൽ ചൗധരി മ്യൂസിക് കൊടുത്തെങ്കിലും അദ്ദേഹത്തെ ലിറിക്സ് എഴുതിയപ്പോ ONV സാറിന് പറ്റിയൊരു പ്രശ്നമാണ്. ആരും പറഞ്ഞ് കറക്റ്റ് ചെയ്തില്ല ആ സമയത്ത്. നീ വാ അത് മലയാളി അല്ലാത്തൊരു സിംഗറും കൂടി പാടിയത് കൊണ്ട് കൂടുതൽ. അതെ,
നമ്മളിൽ ഇത് വന്നുകൂടാ, നിദേവ. Other than that, I am very happy. You people നന്നായിട്ട് പാടി, നല്ലതായിട്ട്, വെരി സൊഫിസ്റ്റിക്കേറ്റഡ് സോങ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാഷേ. നല്ല ഫീഡ്ബാക്സ് ആയിരുന്നു അല്ലേ? അപ്പൊ ഇച്ചിരൂടെ നെക്സ്റ്റ് റൗണ്ടിലോട്ട് പെർഫോം ചെയ്യാനുള്ള കോൺഫിഡൻസ് ഡെഫിനറ്റ് ആയിട്ട് ഇച്ചിരൂടെ കൂടി കാണുമല്ലോ. ഇച്ചിരൂടെ ഹാപ്പി ആയിട്ട് പാടാമല്ലോ. ഹാപ്പി ആയിട്ട് പാടാം. അപ്പം ഡ്യുവറ്റ് പെർഫോമൻസിന് ആരാണ് ഇന്ന് വരുന്നത്? ഡ്യുവറ്റ് പാടാനായിട്ട് സിബിനും ക്രിസ്റ്റിയും ഒന്ന് മുന്നോട്ട് നിന്നാട്ടെ. താങ്ക് യു. ഓക്കെ, സിബിൻ ആൻഡ് ക്രിസ്റ്റി അല്ലേ? സിബിൻ എന്ത് ചെയ്യാ? ഞാൻ ധനലക്ഷ്മി ബാങ്കിലെ ഹെഡ് ഓഫീസിൽ വർക്ക് ചെയ്യാം. ധനലക്ഷ്മി ബാങ്കില് എങ്ങനെ? കൊച്ചിലെ തൊട്ട് ബാങ്കിങ് ഭയങ്കര ഇഷ്ടമായിരുന്നോ? ഇല്ല, അറിയാതെ വന്ന് പെട്ടുപോയത്. ഈ ഇരുന്ന് വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എന്ത് കിട്ടിയാലും ഓടി നടന്ന് വർക്ക് ചെയ്യാൻ ഇഷ്ടം. ഏത് ഡിപ്പാർട്ട്മെന്റ്, ഏത് സെക്ഷനിലാ? നെറ്റ്വർക്കിംഗ് ആണ്. ഓക്കെ, ക്രിസ്റ്റിയോ? ഞാൻ MLT പഠിക്കാം. DMLT പഠിക്കുക. എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ? ക്ലാസ് തുടങ്ങിയിട്ടില്ലേ, തുടങ്ങാൻ പോണേ ഉള്ളൂ. അപ്പൊ അതുവരെ ഇങ്ങനെ നമ്മൾ പാറിപ്പറന്ന് നടക്കുകയാണല്ലേ? ഓക്കെ, അപ്പം എങ്ങനെ സിബിൻ സംഗീതം പഠിച്ചിട്ടുണ്ടോ? കുറച്ച് നാളൊരു സിസ്റ്ററിന്റെ അടുത്ത്. എത്ര നാള് പഠിച്ചു? 6 മാസത്തോളം. ഓക്കെ, ക്രിസ്റ്റിയോ? പഠിക്കുന്നുണ്ട്. എത്ര നാളായി പഠിക്കുന്നു? കുറെ വർഷങ്ങളായി പഠിക്കുന്നു. അതിപ്പോ ഒരു ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുക, എവിടെ വരെ പഠിച്ചു? അതുകൊണ്ട് അതെല്ലാം വെൽ പ്രിപ്പയർഡ് ആയിട്ടിരുന്നു കേട്ടോ. അപ്പൊ ഏത് സോങ് ആണ് നിങ്ങൾ ഇന്ന് പാടാൻ പോകുന്നത്? മേഘങ്ങൾക്കിടയിൽ. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒരു സോങ് ചൂസ് ചെയ്തത്? ആരായിരുന്നു സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ മാതാവിന്റെ പള്ളിയാണ് ഞാൻ അവിടുത്തെ. മാതാവിന്റെ പാട്ട് എടുക്കാന്ന് ആഗ്രഹം. മാതാവിന്റെ പാട്ട് എടുക്കാന്നല്ലേ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയോ? അത്യാവശ്യം. ആരായിരുന്നു കറക്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ? നേരത്തെ പറഞ്ഞ പോലെ അപ്പനായിരുന്നു അല്ലേ? അപ്പൊ എനിവേസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ? ഉണ്ട്, കോൺഫിഡന്റ് ആണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നേരത്തെക്കാട്ടിലും നന്നായിട്ട് പെർഫോം ചെയ്യാം കേട്ടോ. ഡുവൽ. പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ നീ എന്റെ മനസ്സിന്റെ ദീപം. ഓ മാതേ മരിയേ നീ എന്റെ മനസ്സിന്റെ ദീപം. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ നീ എന്റെ മനസ്സിന്റെ ദീപം. ഓ മാതേ മരിയേ നീ എന്റെ മനസ്സിന്റെ ദീപം. വിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ തിളങ്ങുന്ന മഴവില്ലു പോലെ വസന്തത്തിൻ പനിനീർപ്പൂ പോലെ നീർച്ചാലിനരികിൽ ലില്ലി പോലെ മാതേ മരിയേ നീ എന്റെ മനസ്സിന്റെ ദീപം. ഓ മാതേ മരിയേ നീ എന്റെ
ചുടുവേനലില്ല ബനോണ്ടേ മണ്ണിലെ പച്ചപ്പ് പോലെ ധൂപകലശത്തിൽ പുകയും നറുസുഗന്ധ ദ്രവ്യം പോലെ മാതേ മരിയേ നീ എന്റെ മനസ്സിന്റെ ദീപം ഓ മാതേ മരിയേ നീ എന്റെ മനസ്സിന്റെ ദീപം മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ദേഹത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ നീ എന്റെ മനസ്സിന്റെ ദീപം ഓ മാതേ മരിയേ നീ എന്റെ മനസ്സിന്റെ ദീപം ഓ മാതേ മരിയേ നീ എന്റെ മനസ്സിന്റെ ദീപം സിബൻ ആൻഡ് ക്രിസ്റ്റി എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. അതിന് ആദ്യം പാടിയ അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. നമുക്ക് ഏതായാലും ജഡ്ജസിനോട് തന്നെ ചോദിച്ചു നോക്കാം. ക്രിസ്റ്റിക്ക് എങ്ങനെ ഫീൽ ചെയ്തു? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഏതായാലും ചോദിച്ചു നോക്കാം. സ്റ്റാർട്ട് വിത്ത് ചേച്ചി. നന്നായിട്ട് മെയിൽ വോയിസിന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു ടെൻഷൻ? വയ്യായിരിക്കുണ്ടോ? ഡ്രൈ ആവുന്നു. എന്താ അത് നോർമലി അങ്ങനെ ഉണ്ടോ? അതോ ടെൻഷൻ അത് ടെൻഷൻ കാരണം ഈ തൊണ്ട വരലെന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഈ അസുഖം. ടെൻഷൻ അടിക്കാണ്ട് പാടിക്കോളൂ. നല്ല ബോൾഡായിട്ട് പാടുക. ഈ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു ധൈര്യം കൂടിയാ. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോരം എന്താ പറയാ വിചാരിച്ചാലും പെർഫോം ചെയ്യാൻ പറ്റില്ല. നമുക്ക് അയ്യോ പാടാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ പാടാൻ പറ്റില്ല. പക്ഷെ എനിക്ക് പറ്റും എന്നുള്ള ഒരു ധൈര്യത്തിൽ അങ്ങ് പാടുക. മോളുടെ പേരെന്താണ്? ക്രിസ്റ്റി. മോളെ നല്ല ബോൾഡ് വോയിസ് ആണ് മോൾക്ക്. എനിക്കൊരു പോർഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി മോള് പാടിയത്. അതായത് ജ്വലിക്കുന്ന സൂര്യനെ പോലെ. അതൊന്ന് പാടാമോ? ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അത് ആ ഒരു പോർഷൻ പാടുന്നത്. ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ. ലാസ്റ്റൊക്കെ എത്തുമ്പോ സൂക്ഷിക്കണം. ഉത്സവവേളയിൽ വിളങ്ങുന്ന അല്ലെ? നല്ല രസമുണ്ട്, നല്ല സുഖമുണ്ട് അത് കേൾക്കാൻ. ഈ പാട്ട് കേട്ടപ്പോ ഷാജിയച്ചന്റെ ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. അതിലൊരു പാട്ടാണ് വാഴ്ത്തിപ്പാടിടാം നാഥ വാഴ്ത്തിപ്പാടുമ്പോൾ സ്വയം താഴ്ത്തിപ്പാടാം ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാ. നല്ല കൊയറിനൊക്കെ നമ്മളത് പാടുമ്പോൾ എന്തൊരു സുഖാന്നറിയാമോ? അച്ഛന്റെ പാട്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഒരു ഭയങ്കര ഫ്ലോ ആണ് പാട്ടുകൾക്ക്. നിങ്ങള് ഈ വരികളിൽ പറഞ്ഞതുപോലെ എന്താണ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, വസന്തത്തിൻ പനിനീർ പൂ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേട്ടില് നല്ല റോസാപ്പൂക്കളുള്ള ചെടി ഇങ്ങനെ കാറ്റത്ത് പതുക്കെ ആടുന്ന പോലെ നിങ്ങളുടെ ആ ഒരു ആക്ഷൻ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര കാറ്റത്താടുന്ന ചെടികളുടെ പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷെ കുറച്ച് പാട്ട് വൈസ് നോക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നാലും നിങ്ങളുടെ ഒരു മാക്സിമം തന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും കുഴപ്പമില്ലാണ്ട് നിങ്ങൾ പാടി. നേരത്തെ പാടിയ ആ ഒരു പാട്ടിന്റെ ഒരു എനർജി ഇവിടെ ഇപ്പൊ പാടിയപ്പോ കിട്ടിയില്ല. പക്ഷെ കോറസ് പോർഷൻ നല്ല സുഖമുണ്ടായിരുന്നു. കോറസ് അസലായിട്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു.
എന്തായാലും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു ചേച്ചി. അച്ഛാ, നല്ല ഭക്തി നിർഭരമായ വരികളാണ്. വർണ്ണനകൾ കൊണ്ടും ഉപമകൾ കൊണ്ടുമൊക്കെ നല്ല അലങ്കാര പ്രയോഗങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന അതിസുന്ദരമായ ഒരു ഗാനമാണ്. നമ്മളിങ്ങനെയുള്ള ഗാനങ്ങളുടെ ആഴങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അത് പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പം നന്നായിട്ട് നമ്മളെ സ്പർശിക്കുന്നുണ്ട്. ഞാൻ പാട്ട് കേട്ട് ലയിച്ചിരുന്ന് ആസ്വദിച്ചു എന്നുള്ളതാണ് എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ളത്. പക്ഷെ നേരത്തെ പാടിയ പാട്ട് പോലെ അല്ല ഇത് മെലഡിയാണ്. മെലഡി ആയിരിക്കുമ്പോൾ അതിനാ സ്വഭാവമാണല്ലോ കാണേണ്ടത്. നന്നായിട്ട് ആ മെലഡി ഹൃദയത്തിലെത്തിക്കാൻ ഗായകർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ അനുഭവിക്കുന്നു. ഇതിനകത്ത് 1-2 കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ചത് തിരുത്തലായിട്ടല്ല, ഞാൻ ആഗ്രഹിച്ച ഒരു ലിറിസിസ്റ്റ് എന്ന രീതിയിൽ മാതേ മരിയെ അത് ആവർത്തിക്കപ്പെടുന്ന ഒരു പ്രയോഗമാണല്ലോ. അത് അമ്മേ മരിയെ എന്നായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. മാതയ്ക്ക് പകരം മാതേ എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലും അമ്മേ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീലും ഒത്തിരി വ്യത്യാസമുണ്ട്. ഈ പാട്ടിന്റെ ക്വാളിറ്റി ഏറെ വർദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മാതേ എന്നതിന് പകരം അമ്മേ മരിയെ എന്ന് പാടിയിരുന്നെങ്കിൽ. പിന്നെ മറ്റൊന്ന്, നീർച്ചാലിനരികിൽ ലില്ലി പോലെ, അവിടെ എന്തോ സ്പേസ്, നിങ്ങൾക്ക് പാടാനുള്ള സ്പേസ് അവിടെ ഇല്ല എന്നാണ് നിരീക്ഷിക്കുന്നത്. അതെ, അതൊരു രചനയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നത്, ഗായകരെ പറയുന്നല്ല. അതുപോലെ തന്നെ മറ്റൊന്ന്, ചുടുവേനലിൽ ലബനോനിലെ, അവിടെയും ഈ സ്പേസ് പ്രശ്നമുണ്ട്. അത് സ്പേസ് പ്രശ്നം മാത്രമല്ല, അവിടെ 2 വാക്കുകൾ സന്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ചേർത്ത് വെക്കുമ്പോഴുണ്ടാകുന്ന ഒരു വൈകല്യം. ഒരു ലകാരത്തിന്റെ ചില്ലും വേറൊരു ലായും വന്നിരിക്കുക. അതെ, അത് വളരെ ബുദ്ധിമുട്ടാണ് അത് ഉച്ചരിച്ചെടുക്കാനായിട്ട്. അങ്ങനെയുള്ള പ്രയോഗങ്ങൾ രചയിതാക്കൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. ഉച്ചാരണത്തില് ധൂപകലശം, ആ ധൂപകലശം അത് ശരിയായൊരു ഉച്ചാരണം വന്നില്ല ആ ധൂപത്തിന്. ബാക്കി എല്ലാ രീതിയിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ആസ്വദിച്ചു. നല്ല ഒരു പെർഫോമൻസ് ആയിരുന്നു. യെസ്, ഇറ്റ് വാസ് എ ഗുഡ് പെർഫോമൻസ്. ആഡ് ചെയ്യാനൊന്നുമില്ല. നിങ്ങൾ കോറസ് പാടുമ്പോൾ മെയിൻ സിംഗേഴ്സ് അവരോടുകൂടി പാടുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി അവർ നന്നായിട്ട് കേൾക്കാൻ വേണ്ടി അല്പം മൈക്കൊന്നും മാറ്റി പിടിക്കുന്നത് നന്നായിരിക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ തോന്നുകയുമില്ല. അത് ശരിക്കും പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെയുള്ള സന്ദർഭത്തിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതും കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് മൈക്ക് ഉള്ളതുപോലെയെങ്കിലും പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. അതർ ദാൻ ദാറ്റ്, ഈ പറഞ്ഞ അച്ഛൻ ചൂണ്ടിക്കാട്ടിയ വൈകല്യങ്ങൾ ലിറിക്സിലും ആശയഘടനയിലും ഒക്കെയുണ്ട്, ആശയത്തിലൊക്കെയുണ്ട്. ദാറ്റ്സ് നോട്ട് യുവർ പ്രോബ്ലം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാഷെ. ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ തോന്നിയത്, റാണി മരിയയെ കുറിച്ച് ഒരു പാട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് അത് എന്റെ ഓർമ്മയിൽ വല്ലാതെ ഫോണ്ട് ചെയ്തു. ആ പാട്ടിന്റെ വരികൾ ഇങ്ങനെയാണ്: കാറ്റിൽ കെടാത്ത സൂര്യശിഖ പോലെ, ഉദയനഗറിലെ തീഷ്ണ വെയിൽ പോലെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ്. മനീഷ ഇത് പാടാന്ന് പറഞ്ഞിട്ടുണ്ട് സ്പേസ് വരുമ്പോ. അത് മാത്രല്ല, ഇതിന്റെ ഇടയില് മാതാവിന്റെ പാട്ടിനെ കുറിച്ച് നമ്മൾ പെട്ടെന്ന് ആലോചിക്കുമ്പോ കിട്ടുന്ന ഒരു പാട്ടാണ് നന്മ നേരും രാജകന്യാ കന്യാ സർവവന്യാ മേരി ലോകമാതാ നന്മ നേരും അമ്മ വിണ്ണിൻ രാജകന്യാ ധന്യാ സർവവന്യാ മേരി ലോകമാതാ. ശരിക്കും ഉണ്ടല്ലോ, എനിക്ക് പാടാനുള്ള കഴിവ് ദൈവം തന്നില്ലെങ്കിലും എന്നെ ചുറ്റും നിന്ന് ഇത്ര ആൾക്കാർ പാടുമ്പോ ഐ ഫീൽ സോ ഗുഡ്. നമ്മളിങ്ങനെ ആകാശത്തിലേക്ക് ഉയർത്തി ഇങ്ങനെ പിടിക്കുന്ന പോലെ ഒരു സുഖം. എന്തായാലും അപ്പം നമ്മള് കമന്റ്സ് ഒക്കെ കേട്ടു. അടുത്ത എന്താ ഗ്രേറ്റ് പോയിന്റ്സ് എത്രയാന്ന് അറിയണ്ടേ? വേണം. അപ്പം ചോദിക്കാം, നമുക്ക് ജെറുമാഷിന്റെ അടുത്ത് തന്നെ ആദ്യം ചോദിക്കാം അല്ലേ?
മാഷേ A 5 star. ഓ അച്ഛാ താങ്ക് യു അച്ഛാ. ചേച്ചി ഞാനും ഏറ്റു പറയുന്നു 5 സ്റ്റാർ. A 5 stars. അടിപൊളി, സൂപ്പർ ആയിട്ട് പാടിയെന്ന് അപ്പൊ അതിന്റെ അർത്ഥം അല്ലേ? അപ്പം അടുത്ത പ്രാവശ്യം വരുമ്പോഴും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു സ്പിരിറ്റ് അങ്ങ് നിങ്ങൾ ഇതൊരു പാഷൻ, ആ പാഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അടുത്ത പ്രാവശ്യം ഇതിലും നന്നായിട്ട് ഒട്ടും പുറകോട്ട് പോവാതെ A 5 സ്റ്റാർ തന്നെ എന്തായാലും ചെയ്തിരിക്കും. ആ എനർജിയാണ് നമുക്ക് വേണ്ടേ. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ദാവീദിന്റെ കിന്നരങ്ങൾ എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ള ദേവാലയ ഗായക സംഘങ്ങളെ ഗുഡ്നസ് TV സ്വാഗതം ചെയ്യുന്നു. വിശദവിവരങ്ങൾക്ക് 9074513815 9747048912. അങ്ങനെ ഈ എപ്പിസോഡിലെ അവസാന പെർഫോമൻസിലേക്ക് കടക്കാൻ നമ്മൾക്ക് സമയമായി. അപ്പം സെക്കൻഡ് റൗണ്ടിലെ ഫസ്റ്റ് പെർഫോമൻസിന് വേണ്ടി ലൂർദ് മാതാ ചർച്ച് ചേന്നാടിനുള്ള മിബിനാണ് വന്നിരിക്കുന്നത്. ശാന്തതയാം കാണാ തീരം നിരയേ ശിഷ്യക്കടലിൽ കനിവും തേടി തങ്ങൾ തറിയാവുന്നൊരു ജോലിക്കാം യാത്ര തിരിച്ചു മുത്തുവ ജോലിക്കാം. I have given A 2 star. ഇവരെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് നെബിൻ, കം ഓൺ ടു ദി സ്റ്റേജ്. നിബിൻ, വെൽക്കം ടു ദ ഷോ. നിബിൻ എന്ത് ചെയ്യാ? ഞാൻ സ്റ്റുഡന്റ്, തേർഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. ലൂർദ് മാതാ ചർച്ച് അല്ലേ? ഓക്കെ, നിങ്ങളുടെ ചർച്ചിനെ പറ്റി എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞങ്ങളുടെ ചർച്ച് മാതാവിന്റെ പേരിലുള്ള ഒരു ചർച്ചാണ്. പിന്നെ ഈരാറ്റുപേട്ടയിലെ ചേന്നാട് എന്ന സ്ഥലത്താണ്. ഈരാറ്റുപേട്ടയാണല്ലേ? ഈരാറ്റുപേട്ട. പിന്നെ ഞങ്ങളുടെ ഫാദർ അബ്രഹാം കുളമാക്കൽ വികാരിയച്ഛനൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നോ? ഭയങ്കര സപ്പോർട്ട്. നിബിൻ സംഗീതം പഠിച്ചിട്ടുണ്ടോ? പഠിച്ച് തുടങ്ങി ഒരു 3-4 മാസം. 3-4 മാസം ആവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ പള്ളിയിൽ ക്വയറിൽ നേരത്തെ തൊട്ടേ പാടുന്നുണ്ടായിരുന്നോ? കൊച്ചിലെ തൊട്ടേ പാടുന്നുണ്ട്. എന്ന് വെച്ചാൽ സൺഡേ സ്കൂൾ ടൈം തൊട്ടേ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ രാവിലത്തെ കുർബാനയ്ക്ക് പാടാറുണ്ടോ? രാവിലത്തെ ചില കുർബാനയ്ക്ക്, അല്ലാതെ വേറെ ആൾക്കാരുണ്ട് ക്വയറിൽ. ഓക്കെ, മൊത്തം നിങ്ങളുടെ ക്വയറിനെ പറ്റി എന്താ പറയാനുള്ള? എത്ര പേരുള്ള ഒരു ക്വയറാണ് നിങ്ങളുടെ? ഞങ്ങള് ഒരു രാവിലത്തെ കുർബാനയിൽ 4 പേര്. ഓക്കെ, ഇപ്പൊ പ്രാക്ടീസിനൊക്കെ എങ്ങനെയാ? രാവിലത്തെ ആൾക്കാരും ഉച്ചക്കത്തെ ആൾക്കാരും സിംഗേഴ്സോട് ഒന്നിച്ചാണോ പ്രാക്ടീസ് ചെയ്യാറ്? ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെ അത് എല്ലാ വീക്സും പ്രാക്ടീസ് ചെയ്യും, വീക്കെൻഡ്സും പ്രാക്ടീസ് ചെയ്യുമോ, അതോ എല്ലാ ആഴ്ചയിലും പ്രാക്ടീസ് ചെയ്യും? അപ്പം നേരത്തെ പ്രാവശ്യം ഗ്രൂപ്പ് പെർഫോമൻസിന് എങ്ങനെ ഉണ്ടായിരുന്നു? ഗ്രൂപ്പ് പെർഫോമൻസിൽ നല്ലപോലെ പെർഫോം ചെയ്തായിരുന്നു. എത്ര ഉണ്ടായിരുന്നു ഗ്രേഡ് പോയിന്റ്? A 2 സ്റ്റാർ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം അന്ന് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത് പാട്ടാ പാടുന്നേ? തിരുവോസ്തിയായ അൾത്താരയിൽ. ഓക്കെ മെബിൻ, നന്നായിട്ട് ചെയ്യാം കേട്ടോ. കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു.
നിന്നിലലിയാൻ ഞാൻ വരുന്നു. തിരുവോസ്തിയായി താരയിലണയും ഈശോയെ, നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു. നിന്നിലലിയാൻ ഞാൻ വരുന്നു. പാപങ്ങളും പാഴ്മോഹങ്ങളും ദൂരെ അകറ്റിതാ വരുന്നു. പാപങ്ങളും പാഴ്മോഹങ്ങളും ദൂരെ അകറ്റിതാ വരുന്നു. എനിക്കീശോ മതി ഈയൾ താരയിൽ, എനിക്കവനെ കാണാൻ കൊതിയാവുന്നു. എനിക്കീശോ മതി ഈയൾ താരയിൽ, എനിക്കവനെ കാണാൻ കൊതിയാവുന്നു. തിരുവോസ്തിയായി താരയിലണയുമീശോയെ, നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു. നിന്നിലലിയാൻ ഞാൻ വരുന്നു. നാളുകളേറെ അലഞ്ഞു ഞാനീ ഭൂവിലൊരു നുള്ളു സാന്ത്വനം തേടി. നാളുകളേറെ അലഞ്ഞു ഞാനീ ഭൂവിലൊരു നുള്ളു സാന്ത്വനം തേടി. അൾത്താര മാത്രമേ അത്താണിയായുള്ളൂ, അവിടെന്റെ ഈശോ കാത്തിരിക്കും. എനിക്കൾത്താര മാത്രമേ അത്താണിയായുള്ളൂ, അവിടെന്റെ ഈശോ കാത്തിരിക്കും. തിരുവോസ്തിയായി അൾത്താരയിലണയുമീശോയെ, നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു. നിന്നിലലിയാൻ ഞാൻ വരുന്നു. തിരുവോസ്തിയായി താരയിലണയുമീശോയെ, നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു. നിന്നിലലിയാൻ ഞാൻ വരുന്നു. പാടാൻ പറ്റിയോ? പറ്റിയെന്നാണ് വിശ്വാസം. നമുക്ക് ഏതായാലും ജഡ്ജസിനോട് ചോദിച്ചു നോക്കാം. ചേച്ചി, മെബിൻ എന്ത് ചെയ്യുന്നു? BHM ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ്. എവിടെയാണ്? പാലായി സെന്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി. മോനെ എങ്ങനെ പാടിയെന്ന് തോന്നി? പക്ഷെ കുറച്ച് കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാല് വളരെ ലാഘവത്തോടു കൂടി പാടിയ ഒരു ഫീല്, കുറച്ചും കൂടി ഒരു സീരിയസ് അപ്രോച്ച് പാട്ട് പാടാൻ എടുക്കണം. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് പാടുന്നത് ഒന്നും ക്ലിയർ അല്ല മോനെ, ഒട്ടും ക്ലിയർ അല്ലാത്ത ഒരു പ്രശ്നമുണ്ട്. പാട്ട് എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടോ? 3 മാസമായിട്ടുള്ളൂ എന്നാ പറഞ്ഞു അല്ലെ? കുറച്ചും കൂടി പഠിക്കാനുണ്ട്. അപ്പോ ഒരു പാട്ട്
സ്റ്റേജിൽ നമുക്ക് പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ ഒരു പാട്ട് സെലക്ട് ചെയ്യുമ്പോഴും അത് പാടാൻ നമ്മൾ ശ്രമിക്കുമ്പോഴും ഒക്കെ അത് എത്തണം അങ്ങോട്ടേക്ക്. അപ്പൊ അതങ്ങോട്ട് പൂർണ്ണമായിട്ട് എത്തിയോ എന്നൊരു സംശയം എനിക്ക് ഇല്ലായകയില്ല കേട്ടോ. അപ്പൊ ഇനി അടുത്ത തവണ വരുമ്പോ കുറച്ചും കൂടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കുറച്ചും കൂടി നമുക്ക് ആപ്റ്റായിട്ടുള്ള ഒരു പാട്ട് സെലക്ട് ചെയ്ത് നല്ലപോലെ അവതരിപ്പിക്കാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. അതിന് വളരെ കൂളായിട്ട് പാടി, നന്നായിട്ട് പാടി എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. നല്ലത്. ഈ പാട്ട് കുട്ടികൾക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു പാട്ടാണെന്ന് തോന്നുന്നു. അത്ര ലാളിത്യമുള്ളതാണ്. ഗഹനമായ ഒന്നും തന്നെ ഇതിനകത്ത് വിശദീകരിക്കാൻ ആവശ്യമുള്ളതൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടി എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്, എനിക്ക് അവനെ കാണാൻ കൊതിയാകുന്നു. അവിടെ എ ഉച്ചരിച്ചെടുത്ത് ഈകാരമാണ് വരുന്നത്, എനിക്ക് എന്നാണ് ഞാൻ കേൾക്കുന്നത്. പിന്നെ മറ്റൊന്ന്, നാളുകളേറെ അലഞ്ഞ് ഞാനീ ഭൂവിൽ ഒരു നുള്ളു സാന്ത്വനം തേടി. അത് കഴിഞ്ഞുള്ള ഈ അൾത്താര മാത്രമേ അത്താണിയായുള്ളൂ. അവിടെ അവിടെ രജിസ്റ്റർ ചെയ്തില്ല. അവിടെ എന്തുകൊണ്ടോ പാടാൻ കിട്ടിയില്ല എന്നെനിക്ക് തോന്നുന്നു. അവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല അല്ലേ? അത് പാട്ടുകാരന്റെ മാത്രം പ്രശ്നമല്ലത്. ഇവിടെ എനിക്ക് രചനയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനും എനിക്ക് തോന്നുന്നത്, പ്രാസം ഒപ്പിച്ച് ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്, അൾത്താര മാത്രമേ അത്താണിയായുള്ളൂ. പക്ഷെ അത്താണി എന്ന പ്രയോഗം, അത്താണി എന്ന് പറയുന്നത് എന്താണ്? അത് ചുമട് താങ്ങി എന്ന് പറഞ്ഞാൽ തലച്ചുമടിൽ ഭാരവുമായിട്ട് വരുന്നവര് ക്ലേശിച്ചു വരുമ്പം കൊണ്ടുപോയി വെക്കുന്ന ഒരു കല്ല. അത് രണ്ടു വശത്തുനിന്നും ഇങ്ങനെ കൂർപ്പിച്ച് നിർത്തിയിരിക്കുക. അപ്പൊ ഭാരം ഇറക്കി വെക്കുന്ന ഒരു കല്ല. പക്ഷെ അൾത്താരയിൽ ഈശോ ജീവിക്കുന്ന ഈശോയെ അവിടെ സാന്ത്വനമായിട്ട് നമുക്ക് ലഭിക്കേണ്ടത്. അപ്പൊ അവിടെ ആ ഒരു പ്രയോഗം ഈശോയ്ക്ക് ചേരുന്നതല്ല എന്നാണ് എന്റെ ഒരു കണക്കൂട്ടല്. കൊള്ളാം, സന്തോഷം. രണ്ടുപേരും ഈ പാട്ടിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടുത്താൻ നോക്കി. അത് ശരിയല്ല. ഐ എം വെരി സോറി. ഇറ്റ്സ് എ ബാഡ് സോങ്. ഫുൾ സ്റ്റോപ്പ്. യു ഹാവ് ട്രൈഡ് ടു സാൽവേജ് ഇറ്റ്. കൺഗ്രാറ്റുലേഷൻസ്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പാട്ടുമായിട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഞങ്ങൾക്ക് 3 പേർക്കും ഉള്ളത് കേട്ടോ. താങ്ക് യു മാഷെ, താങ്ക് യു ചേച്ചി. അപ്പം നമ്മള് കമന്റ്സ് ഒക്കെ കേട്ടു. നമുക്ക് ഗ്രേറ്റ് പോയിന്റ്സ് കൂടെ ചോദിക്കാം അല്ലേ ജെറുമാഷേ? ഇദ്ദേഹത്തെ ഞാൻ A1 സ്റ്റാർ കൊടുക്കും. A1 സ്റ്റാറിൽ തുടങ്ങാം. ചേച്ചി മീ ടു എന്ന് പറഞ്ഞാൽ ടെൻഷനായി, അതുകൊണ്ട് അത് പറയുന്നില്ല. ഞാനും A1 സ്റ്റാർ. താങ്ക് യു ചേച്ചി. നിതിൻ, സാരമില്ല, നമ്മള് ഇനി വരുന്ന റൗണ്ട്സില് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കാം കേട്ടോ. സോങ് സെലക്ഷനിലാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിലും വേറൊരാളുടെ അഡ്വൈസ് ചോദിക്കുക, എവിടെയൊക്കെ കറക്റ്റ് ചെയ്യണം, ഇച്ചിരി കൂടെ ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കുക കോമ്പറ്റീഷൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഡു വെൽ. ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ താലന്തുകൾ തന്നിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഗായകന്മാരും ഗായികമാരും ഒക്കെ അവർക്ക് തന്ന താലന്റ് മെച്ചപ്പെടുത്താൻ ഉള്ള പരിശ്രമത്തിലാണ്. അപ്പം അടുത്ത ആഴ്ചയും വീണ്ടും നല്ല ടീമുകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും ദിസ് ഇസ് മീ അനു ട്രെസ സൈനിങ് ഓഫ് ഫ്രം ദാവീദിന്റെ കിന്നരങ്ങൾ. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഈവനിംഗ്. തെറ്റുകളൊക്കെ ചിലതൊക്കെ എന്റെ ശ്രദ്ധയിൽപ്പെടുന്നതാണ്, പക്ഷെ ഒന്നും പെട്ടില്ല. ആത്മാവേ പരിശുദ്ധാത്മാവേ ആശ്വാസമായി അഭിഷേകമായി ദാസരിൽ നീ നിറയേണമേ. അതായത് നിങ്ങൾ ആ പാട്ടിൽ എന്തുണ്ടോ അത് ശരിക്കും ഇവിടെ ഫ്രെയിം തന്നിട്ടുണ്ട്. പിന്നെ ആ മാത്രമല്ല, സൗണ്ട്സ് മിക്സ് ചെയ്ത നമ്മുടെ ദാവീദിന്റെ കിന്നരത്തിന്റെ സൗണ്ട് എഞ്ചിനീയേഴ്സിനൊരു ക്ലാപ്പ്. കാരണം വെച്ചാൽ ഗംഭീരമായിട്ട് സൗണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, അസലായി. വന്നപ്പോൾ തൊട്ടുകാരനോട് പറയാം, ആരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ടെന്ന്. എനിക്കും ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആരെയാ അത്? നമ്മുടെ എല്ലാമായ ജോർജ് ഏട്ടനെയാണ്. ഞങ്ങൾ വളരെ ഈഗർലി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആരാണ് ഈ ജോർജ്? അതെ, കനിവായിനി
മനസ്സിൽ വരൂ പ്രഭോ. ഞാൻ സുനിലിനെ കഴിഞ്ഞ ഗ്രൂപ്പിൽ പ്രത്യേകം നോട്ട് ചെയ്തു. ഹി ഹാസ് ഗോട്ട് എ വണ്ടർഫുൾ വോയിസ്. ആൻഡ് ഇത്തവണ ബൈ ഹാർട്ട് പാടിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്, പേപ്പറൊന്നും പിടിക്കാതെ.